നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ഇത് പ്രഭാത സന്ദേശം. നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മെ നടത്തുന്ന വഴികളെ ഓർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരത്തില്ല. അതുമാത്രമല്ല, ദൈവം വിവിധ നിലയിലൂടെ നമ്മെ കടത്തിവിടുമ്പോൾ, പ്രതിസന്ധികളിലൂടെ, പ്രശ്നങ്ങളിലൂടെ, രോഗങ്ങളിലൂടെ, വിവിധമാകുന്ന പ്രശ്നങ്ങളിലൂടെ നമ്മളെ കടത്തിവിടുമ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ നാം അറിയാതെ തന്നെ ഭയപ്പെടുവാനൊക്കെ ഇടയായിത്തീരും. എന്നാൽ സങ്കീർത്തനക്കാരൻ ഇവിടെ പറയുന്ന ഭാഗം നമ്മെ വളരെയധികം സന്തോഷിപ്പിക്കുന്നതും നമ്മുടെ ജീവിതത്തിൽ ഉറപ്പും ധൈര്യവും നൽകുന്നതായ ഒരു വാക്യമാണ് 23-ാം സങ്കീർത്തനം 4-ാം വാക്യം എന്ന് പറയുന്നത്. കൂരിലും താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ, നിൻ്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. എത്ര ആശ്വാസജനകമായ ഒരു വേദഭാഗമാണ് സങ്കീർത്തനക്കാരൻ ഇവിടെ പറയുന്നത്. കൂരിൽ താഴ്വരയിൽ കൂടി നടന്നാലും, എത്ര കൂരിരുളിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോയാലും, അതിൻ്റെ നടുവിലൂടെ കടന്നു പോയാലും ഞാനൊരു അനർത്ഥത്തെക്കുറിച്ച് ഭയപ്പെടുകയില്ല. ഒരു പ്രശ്നത്തെക്കുറിച്ച്, ഒരു പ്രതിസന്ധിയെക്കുറിച്ച് ഞാൻ ഭയപ്പെടുകയില്ല. കാരണം ദൈവമേ, അങ്ങ് എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ. നമ്മുടെ ജീവിതത്തിലെ ഏറെ ആശ്വാസവും പ്രതീക്ഷയും നൽകുന്നതായ ഒരു വേദഭാഗമാണ് നമുക്ക് കാണുവാൻ കഴിഞ്ഞത്. അത് മറ്റൊന്നുമല്ല, എത്ര കൂരിലിൻ്റെ അനുഭവങ്ങളിലൂടെ നമ്മളെ കടത്തിവിട്ടാലും ദൈവം എന്നോട് കൂടെ ഉണ്ട് എന്ന് പറയുന്നത് എത്ര സന്തോഷജനകമായ കാര്യമാണ്. അത് ആ ഉറപ്പ് നമുക്ക് ഉണ്ടാകുക എന്നതാണ് നമ്മുടെ ജീവിത വിജയത്തിൻ്റെ രഹസ്യമെന്ന് പറയുന്നത്. കർത്താവ് എന്നോടുകൂടെയുണ്ട്. ഏത് പ്രതിസന്ധികളുടെ നടുവിലും കർത്താവ് എന്നോടുകൂടെ ഉണ്ട് എന്ന് പറയുന്നത് എത്ര നമ്മുടെ ഉറപ്പിനെ അവിടെ പ്രഖ്യാപിക്കുകയാണ്. എബ്രായ ബാലന്മാർ പറഞ്ഞു, രാജാവേ, ഞങ്ങൾ സേവിക്കുന്ന ദൈവം ഞങ്ങളെ വിടുവിച്ചാലും ഇല്ലെങ്കിലും സ്തോത്രം. അപ്പം അവർക്കൊരു കാര്യം മനസ്സിലായി, ഈ തീച്ചൂളയിൽ വലിച്ചെറിയും. എന്നാൽ തീച്ചൂളയിൽ വലിച്ചെറിഞ്ഞാലും ഞങ്ങളെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. എത്ര തീച്ചൂള അനുഭവങ്ങളിലൂടെ കടന്നു പോയാലും ഞങ്ങളെ രക്ഷിക്കുന്ന, ആകാശം ചായിച്ച് ഇറങ്ങി വരുന്ന, ഞങ്ങൾക്ക് വേണ്ടി തക്ക സമയത്ത് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് അവർ വിശ്വസിച്ചു. അതുകൊണ്ടാണ് അവർ രാജാവിനോട് പറഞ്ഞത്. അവർ ഒരു കാര്യത്തിൽ സംശയം കൂടാതെ അവരിങ്ങനെ പറഞ്ഞു, ഞങ്ങൾ സേവിക്കുന്ന ദൈവം ഞങ്ങളെ വിടുവിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങൾ വിഷയമല്ല. പക്ഷേ ഞങ്ങൾ ദൈവസന്നിധിയിൽ ഞങ്ങൾ വിശ്വസ്തയോടെ നിൽക്കും. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൽ ഉള്ള പ്രത്യാശ, ദൈവത്തിലുള്ള ഉറപ്പും വിശ്വാസവും എന്ന് പറയുന്നതാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ വിജയമെന്ന് പറയുന്നത്. ഇത് തന്നെയാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞ, കൂരിൽ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരു അനർത്ഥത്തെക്കുറിച്ച് ഭയപ്പെടുകയില്ല. കർത്താവേ, അങ്ങ് എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ. അതുമാത്രമല്ല, അവിടെ പറഞ്ഞൊരു കാര്യം, നിൻ്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. വടി ശിക്ഷണത്തിലൂടെ നടത്തുന്ന ദൈവത്തെ കാണിക്കുന്നു. കോല് നമ്മെ സംരക്ഷണയിൽ, ദൈവിക സംരക്ഷണയും ദൈവത്തിൻ്റെ പരിപാലനത്തെയും കൂടെ കാണിക്കുമ്പോൾ ഈ പ്രഭാതത്തിൽ നമുക്കിങ്ങനെ ഉറപ്പോടെ ധൈര്യത്തോടെ നീങ്ങുവാൻ കഴിയുമെങ്കിൽ 100% നമ്മുടെ ക്രിസ്തീയ ജീവിതം വിജയം തന്നെയാണ്. നമ്മുടെ ജീവിതം വിജയം തന്നെയാണ്. ആർക്കും നമ്മളെ പരാജയപ്പെടുത്തുവാൻ, ഒരു പ്രതികൂലത്തെയോ, ഒരു പ്രതിസന്ധിയോ, ഒരു രോഗത്തെയോ, ഒരു കടബാധ്യതയോ, ഒരു ദുഃഖത്തെയോ ഒന്നും നമ്മെ പരാജയപ്പെടുത്തുവാൻ കഴിയത്തില്ല, നമ്മെ നിരാശപ്പെടുത്തുവാൻ കഴിയത്തില്ല. കാരണം നമുക്കൊരു ഉറപ്പുണ്ട്, നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ, എൻ്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു.
ആമേൻ. അനർത്ഥത്തെ നമ്മുടെ ഭയമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പരാജയം. ഭയപ്പെടുത്തുന്ന, ഭീതിപ്പെടുത്തുന്ന, ഭാവിയെക്കുറിച്ച്, ജീവിതത്തെക്കുറിച്ച് ആമേൻ ഭീതിപ്പെടുത്തുന്ന അനേക അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ഓർത്തുകൊള്ളുക, അതിൻ്റെ എല്ലാം നടുവിൽ നമുക്കൊരു ഉറപ്പുണ്ടായിരിക്കണം, കർത്താവിനോട് കൂടെയുണ്ട്. ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ ഇരിക്കാം ഉണ്ട് എന്ന് പറഞ്ഞ കർത്താവിനെ പൂർണ്ണമായി പിൻപറ്റിക്കൊണ്ട് ഒരു പകലിലൂടെ നമ്മുടെ ജീവിതത്തെ നയിപ്പാൻ സർവകൃപാലുവായ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ആശംസിച്ചുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കും.